ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി രാജ്യവ്യാപക തെരച്ചിൽ നടക്കുമ്പോഴും കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളം. തെരച്ചിലുകൾക്ക് ശേഷം ഭാരതത്തിൽ നിന്ന് തിരിച്ചയച്ചവരിൽ കേരളത്തിൽ നിന്നുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾ പാതി വഴിയിൽ നിർത്തിയിരുന്നു. ഭാരതത്തിൽ നുഴഞ്ഞുകയറി താമസമാക്കിയ 2000-ഓളം ബംഗ്ലാദേശികളെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മടക്കി അയച്ചിരുന്നു. നുഴഞ്ഞുകയറ്റക്കാർക്കായി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്ന പരിശോധനകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ശക്തമാക്കുകയായിരുന്നു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര, മേഘാലയ, അസം സംസ്ഥാനങ്ങളിൽ എത്തിച്ചായിരുന്നു നുഴഞ്ഞുകയറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും അനധികൃത കുടിയേറ്റക്കാരുണ്ടെങ്കിലും വ്യാപക പരിശോധനകളിലൂടെ കണ്ടെത്തി തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തെ സുരക്ഷിത താവളമാക്കിയ ബംഗ്ലാദേശികളെ കണ്ടെത്താൻ കാര്യമായ പരിശോധനകളില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തിരിച്ചയച്ചവരിലും കേരളത്തിലെത്തിയ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ക്ലീൻ എന്ന പേരിൽ നടന്ന പരിശോധനയിൽ 40ഓളം ബംഗ്ലാദേശികളെ കണ്ടെത്തിയിരുന്നു. വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ഇവരിൽ പലരും ജയിലിലാണ്. മറ്റുള്ളവരെ പ്രത്യേക ക്യാമ്പുകളിലേക്കും മാറ്റിയിരുന്നു. വ്യാജ തിരിച്ചറിയൽ രേഖകളിലായിരുന്നു ഇവരെല്ലാം കഴിഞ്ഞിരുന്നത്. കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് തിരിച്ചറിയൽ രേഖകളുടെ പരിശോധന നടക്കുന്നതും നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തുന്നതും. ജനം, കൊച്ചി.